ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദാ ഈ ഇരിക്കുന്ന 5 രൂപ ഗിഫ്റ്റ് ബോക്സിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അയ്യോ, മറ്റേ കാര്യം പറയാൻ മറന്നുപോയി. തമിഴ് മക്കളെ വണക്കം, മലയാളി മക്കളെ നമസ്കാരം. അപ്പോൾ ദേ ഗിഫ്റ്റ് ഉണ്ട് കയ്യിൽ. വായോ, നമുക്കിത് അവിടെ പോയി തുറക്കാം. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഗിഫ്റ്റ് ബോക്സ് ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു ക്യൂട്ട് സാധനം കിട്ടിയെന്ന് നോക്കിക്കേ. ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് എല്ലാം പറഞ്ഞതാണ്, പക്ഷേ ഇപ്പം നോക്കിയപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ സൗണ്ടാണ് മൊത്തത്തിൽ കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും വോയിസ് ഓവർ ചെയ്യാമെന്ന്. അപ്പം ഇത് ഗീവ് അവേ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാട്ടോ. അതേ കാറ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വിസിലൊന്നും ഇല്ല നീ, ഇപ്പോൾ വേറെ സാധനങ്ങളാണ് വരുന്നത്. ദീപ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ദീപ ടീച്ചറാണ് അടുത്ത സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി തുറക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടിയിട്ടുള്ളതെന്ന്. ഇതേ നോക്കിക്കേ, വീണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള ബൈക്ക് പോലത്തെ ഒരു സാധനമായിട്ട് കിട്ടി. അവസാനം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കാണിച്ചു തരാം എന്തൊക്കെ കിട്ടിയെന്ന്. ഇനി അടുത്തത് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്ന ജെൻസ് ടീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് വന്നിരുന്ന് തുറക്കാൻ ഭയങ്കര ഫീലാട്ടോ. എനിക്കൊരു പിങ്ക് കളർ കാറ് കിട്ടി, പിങ്ക് പോലീസിൻ്റെ കാർ. പിന്നെ ജെൻസ് ടീച്ചർ പറഞ്ഞപ്പോൾ ജെൻസ് ടീച്ചർക്ക് ഒരു എനിക്ക് ആദ്യം കിട്ടിയതിൻ്റെ വേറൊരു കളർ സാധനം കേട്ടോ കിട്ടിയത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് നമ്മൾ കുറേ സാധനങ്ങൾ കാണിച്ചു തരാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്തായിരുന്നു എന്നും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ എന്താ പറയുക, അവരെ റിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാനൊരു വേറൊരു ഷോർട്ട് വീഡിയോയിൽ ആരാണ് അതിൻ്റെ റിയൽ വിന്നർന്ന് അറിയിക്കുകയും ചെയ്യുക. എന്നിട്ട് അവർക്ക് ഞാൻ ഈ ഒരു ഫുൾ ഗിഫ്റ്റ് ബോക്സ് അയച്ചും തരാം കേട്ടോ. അപ്പോൾ പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം, കമൻറ്റ് ചെയ്തിരിക്കണം, ആർക്കെങ്കിലും ഒന്ന് ഷെയറും കൂടെ ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച കമൻറ്റ്സിന് മാത്രമാണ് നമ്മൾ പരിഗണിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് വീണ്ടും ഒരു ബൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് തുറന്നുകൊണ്ടേയിരുന്നു കേട്ടോ. അവസാനം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വന്നു എന്നുള്ളത്. ദേ കാറ് മഞ്ഞ റോസ എന്നൊക്കെ പറയണ പോലെ ദേ മഞ്ഞക്കാറൊക്കെ കിട്ടി. എനിക്ക് ഫുള്ള് തുറക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഞാൻ പകുതിയായിട്ടോ തുറക്കുള്ളൂ. ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എന്തൊക്കെ കിട്ടിയെന്ന്. ഇതൊക്കെയാണ് ഈ ജെൻസ് ടീച്ചർ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ തേയിലകൾക്കിടയിലൂടെ. കുഞ്ഞൻ കാറുകളും കുഞ്ഞൻ ബൈക്ക് എല്ലാവർക്കും വീലുള്ളത് കൊണ്ട് അവർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിച്ചു പോകാൻ പാകത്തിന് നല്ല ഭംഗിയുണ്ടല്ലോ. ക്യൂട്ട് നല്ല മിനിയേച്ചർ സാധനങ്ങൾ. അതിനുശേഷം നമ്മൾ ക്ലീനിങ് നടത്തുവാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വേസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് സിവിക് സെൻസ് വേണമല്ലോ. അതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ പറക്കി എടുക്കുവാണ് കേട്ടോ. ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പോണത്. പിന്നെ അതായത് സ്വെറ്റർ ഷോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ഗീവ് അവയുടെ കാര്യം മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ. കമൻറ്റ് ചെയ്യണം എന്താണെന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ ഗീവ് അവേ വേണ്ടതിന് ഞാൻ എന്താ പറഞ്ഞതെന്ന് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം വർഷ.